ഒരു അപമാനിക്കലിന്റെ പേരിൽ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങി തിരിച്ച് എന്നെയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. എൻ്റെ കൂടെ ഡബിൾസ് ഇരിക്കാത്ത ഉണ്ണിയേട്ടനും പിന്നിൽ തന്നെയുണ്ട്. ഹായ്, ഞാൻ അശ്വതി. എല്ലാവർക്കും ഈ ഫാമിലിയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മളിതാ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ ചേറിലും വയലിലും ഒക്കെ കിട്ടുന്ന നല്ല നാടൻ വരാല് ബ്രാല് എന്നൊക്കെ പല രീതിയിൽ പേരുണ്ട് ഇവന്മാർക്ക് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഇവനെ കണ്ണൻ എന്ന് വരെ വിളിക്കും. എന്ത് രസമുള്ള പേരാണല്ലേ, നിങ്ങൾക്കും അതിനെ വിളിച്ചൂടെ? അപ്പം നമുക്കിനി കാര്യത്തിലേക്ക് കിടക്കാം. ഉണ്ണിച്ചേട്ടൻ എന്താ പൊന്നുവിനെ വിളിച്ചു വരുന്ന വഴി റോഡ് സൈഡിൽ ഇങ്ങനെ വിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഉണ്ണിച്ചേട്ടാ ഇതൊക്കെ വല്ലപ്പോഴും കിട്ടണതല്ലേ, ഏട്ടനത് വാങ്ങിച്ചുകൂടായിരുന്നോ എന്ന് ചോദിച്ചു. ഒത്തിരി വിലയും കൊടുത്ത് ഞാനത് വാങ്ങിച്ചുകൊണ്ടിട്ട് നിനക്ക് അത് ക്ലീൻ ചെയ്യാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതെനിക്ക് അങ്ങ് കൊണ്ടു എൻ്റെ ഈഗോയിൽ പിടിച്ചു കുലുക്കി. പിന്നൊന്നും നോക്കിയില്ല, എന്നെ അപമാനിച്ച ഉണ്ണിച്ചേട്ടനെ പിന്നിൽ തന്നെ പിടിച്ചിരുത്തിക്കൊണ്ട് 100-110 വെച്ചങ്ങ് പിടിച്ചു ഞാൻ നമ്മുടെ വരാലിൻ്റെ അടുത്തേക്ക്. അവിടെ ചെന്നപ്പോൾ ചേട്ടന്മാർ കിലോയ്ക്ക് 500 പറഞ്ഞു. എന്നാലും കുഴപ്പമില്ല, കിലോയ്ക്ക് 500 തന്നെ കൊടുത്ത് വാങ്ങിച്ചു. സംഭവം കണ്ടതും എൻ്റെ കിളിയൊന്ന് പോയായിരുന്നു കേട്ടോ. പക്ഷെ കിളി മാറിയത് ഞാൻ കാണിച്ചില്ല, കാരണം ഇവ ചത്തിട്ടില്ലായിരുന്നു. ജീവനുള്ള വരാലായിരുന്നു മൊത്തം. അയ്യോ, ഇതിനെ പോയി കൊന്ന് വെട്ടണല്ലോ എന്നത് ഞാൻ ഒട്ടും ഓർത്തില്ല. അതോർത്തിട്ടാണ് പുള്ളി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞതും. തിരിച്ചു വരുന്ന വഴി മൊത്തം ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇതിനെ എങ്ങനെ കൊല്ലാന്നുള്ളതായിരുന്നു കേട്ടോ. കുറച്ചു നേരം പുറത്ത് വെള്ളത്തിലിടാതെ വെച്ച് കഴിഞ്ഞാൽ ചത്തുപോകല്ലോ എന്ന് ഓർത്തു. എന്നാൽ വെള്ളം കണ്ടപ്പോൾ ഇവന്മാരൊക്കെ ഒരുമാതിരി ഡോൾഫിൻ്റെ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവസാനം സകല ദൈവങ്ങളെയും വിളിച്ച് ഞാൻ ആ പാപം ചെയ്തു ഗൈസ്. 1-2 കൊന്ന് ഏകദേശം വൃത്തിയാക്കലിൻ്റെ പ്രോസസ്സിലേക്ക് ചാടി. ചാരം കൊണ്ടൊക്കെ വൃത്തിയാക്കിയാൽ ഒത്തിരി ക്ലീൻ ആവും എന്നൊക്കെ പറഞ്ഞു. ജീവനും കൊണ്ട് കുറേ എണ്ണം അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒക്കെ ചാടി പോകുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി. 1-2 എന്നെ കൊണ്ട് കട്ട് ചെയ്യാനേ പറ്റുള്ളൂ, അതിൽ കൂടുതലൊന്നും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അവസാനം തോൽവി സംബന്ധിച്ച് ഉണ്ണിച്ചേട്ടനോട് ദയനീയമായി ചോദിച്ചു, നമുക്ക് ബാക്കിയൊക്കെ വളർത്തിയാലോ എന്ന്. അങ്ങനെ പിന്നെ വെട്ടിയ മീനൊക്കെ കണ്ടം തുണ്ടമായി ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്ത് നല്ല കല്ലുപ്പിട്ട് നമ്മുടെ ചട്ടിയിൽ വെച്ച് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടു. നമ്മൾ ചാരം യൂസ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത സമയത്ത് തന്നെ ചാരം യൂസ് ചെയ്ത് നന്നായിട്ട് കല്ലിൽ ഉരച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മതി, നമ്മുടെ മീൻ നല്ല ഫ്രഷ് ആയതുകൊണ്ടും അതൊക്കെ മതി. എൻ്റെ ഉളുമ്പ് മണമൊക്കെ നന്നായിട്ട് പോകട്ടോ. ഇനി നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ഫ്രൈ ചെയ്ത് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രൈ ചെയ്യാനാണ് പ്ലാൻ കേട്ടോ. അപ്പോൾ വേണ്ട മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, പിന്നെ നല്ല കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തു, കൂടെ 1 സ്പൂൺ നമ്മുടെ നാടൻ നല്ല എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തു, പിന്നെ ഉപ്പ്. അപ്പോൾ നമ്മുടെ നാടൻ മസാല, നമുക്ക് അധികം ചേരുവകളൊന്നും ഇല്ല കേട്ടോ. പിന്നെ പുളി, ചെറിയൊരു പുളിക്ക് നാരങ്ങനീരും ചുരുക്കയാണേലും രണ്ടും നല്ലതാണ്. നമ്മൾ വറക്കുമ്പോൾ ഒരു ഇച്ചിരി ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ കൂടെ ഇച്ചിരി വെളിച്ചെണ്ണ, ഇച്ചിരി എന്ന് പറഞ്ഞാൽ നമ്മുടെ 1 സ്പൂൺ വെളിച്ചെണ്ണ, അതുകൊണ്ട് വറക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ കുറച്ച് ഒത്തിരി ഒഴിക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഒരു കൈ കറിവേപ്പില. വീഡിയോ എടുക്കാനൊക്കെ എന്നെ സഹായിക്കുന്ന ആദിക്കുട്ടനും പൊന്നും ഒക്കെ കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവരും എൻ്റെ കൂടെ ഓരോ ഹെൽപ്പിനുണ്ട്. അയ്യോ, ഞാൻ കുരുമുളക് പൊടിയുടെ കാര്യം പറയാൻ മറന്നു. കുരുമുളക് പൊടി അത്യാവശ്യം ഇടണം കേട്ടോ. എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ മസാലകളെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു 10-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ. അങ്ങനെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച നമ്മുടെ മീൻ വറക്കാനുള്ള സമയമായി. ചട്ടി വെച്ച് വേണ്ട വെളിച്ചെണ്ണ ഒഴിച്ച് ഒരല്പം കറിവേപ്പില ഇട്ട് നമുക്ക് തുടങ്ങാം. ഇതെൻ്റെ പുതിയ ചട്ടിയാണ് കേട്ടോ. ഞാൻ നല്ല പാകത്തിന് സവോളയൊക്കെ വാട്ടിയെടുത്ത് ചട്ടി നല്ല റെഡിയാക്കി വെച്ചിരിക്കുവാണ്. നല്ല കറിവേപ്പില വെളിച്ചെണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് എൻ്റെ ഓരോ പീസ് ഞാനിതാ എടുത്ത് ഓരോന്നായിട്ട് നിരത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ നിരത്തുമ്പോൾ തന്നെ ആ വെളിച്ചെണ്ണയിലേക്ക് വീണ് നമ്മുടെ മസാല അങ്ങ് മുരിയുമ്പോൾ തന്നെ എന്നാ സ്മെല്ലാണെന്ന് അറിയാമോ? ശരിക്കും ഉണ്ടല്ലോ, ആ കൊന്ന പാപം ഉണ്ടല്ലോ, ഇത് ഈ മണം അടിച്ചപ്പോൾ തന്നെ തീർന്നു കേട്ടോ. എന്തിനാണ് ഇത്ര റിസ്ക് കൊടുത്തൊരു മീനിനെയും കൊന്ന് ഇങ്ങനെ തിന്നാനൊക്കെ വെപ്രാളം കാണിക്കണേന്നല്ലേ. സത്യം പറയാലോ, ഈ കണ്ണനൊക്കെ തിന്നിട്ട് കാലം മറന്നേ. ഇതൊക്കെ പണ്ട് നമ്മൾ വെള്ളം ഇതുപോലെ മഴ തുടങ്ങുന്ന ആ സമയത്ത് അമ്മയുടെ വീട്ടിൽ, തിരുനാവായ അടുത്താണ് എൻ്റെ അമ്മയുടെ വീട്, എടക്കുളം എന്ന് പറയും, ഒരു നല്ലൊരു ഗ്രാമമാണ്. അതിനകത്ത് ഇതുപോലെ കായലുണ്ട്. കായലെന്ന് പറഞ്ഞാൽ നമ്മൾ വേമ്പനാട്ട് കായലൊന്നും പോലെയല്ല, നല്ല താമര കൃഷി നടത്തുന്ന ഒത്തിരി ആഴമില്ലാത്ത ചെളിയൊക്കെ ആയിട്ടുള്ള കായലാണ്. അവിടെ ഈ സമയമാകുമ്പോൾ ഇതുപോലെ ഒത്തിരി കണ്ണനും അതുപോലെ നാടൻ ചെറുമീൻ എന്നാണ് പറയുക അവിടെ, ചെറുമീൻ കിട്ടും. അങ്ങനെയൊക്കെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ മാമനും എൻ്റെ ചേട്ടനും ബാക്കി എല്ലാ ചേട്ടന്മാരും ഒക്കെ ഒരുമിച്ചാണ് ഇത് പിടിക്കാനൊക്കെ പോകുന്നത്. അവർക്ക് അതൊരു ഉത്സവം പോലെയാണ് കേട്ടോ. അന്നത്തെ ആ രുചികളൊന്നും നമ്മുടെ നാവുന്നാർക്കും മായ്ച്ചു കളയാനൊന്നും പറ്റുമല്ലോ. അന്ന് ആ കൊതിയോട് അത് എല്ലാവർക്കും ഓരോ പീസൊക്കെ എടുക്കാനേ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ ഒരു പീസിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഒരുപാട് ചട്ടി നിറയെ എനിക്ക് മീനുണ്ട്. പക്ഷേ എന്നാലും ഇന്നും അതൊക്കെ ഓർക്കുമ്പോൾ ഒരു സങ്കടം, ഇച്ചിരി ഒരു എന്താ പറയുക, നൊസ്റ്റയാണോ അത് വിഷമാണോ എന്നറിയില്ല, അങ്ങനെയൊക്കെ തോന്നിപ്പോവും. ഞാൻ ഈ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ എൻ്റെ കൂടെ പൊന്നോ ആദിക്കുട്ടനോ ആരെങ്കിലും ആ കിച്ചണിലുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. പണ്ടത്തെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്കത് കേൾക്കാനും ഇഷ്ടമാണ്, എനിക്കും ഒരു ടൈം പാസ്സാണ്. എൻ്റെ വായി ഞാൻ അടക്കി വെക്കില്ല.
അങ്ങനെ ഞാൻ കൊന്ന കണ്ണന്മാരൊക്കെ എൻ്റെ ചട്ടിയിൽ വറ 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 വന്നുകൊണ്ടിരിക്കുവാണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട്, ശരിക്കും മുരിഞ്ഞ് വരുന്നുണ്ട്. മീനിനും ഒരു പ്രത്യേക സ്മെല്ലാണ് ഈ ചേറിലുണ്ടാകുന്ന മീനിനൊക്കെ കേട്ടോ. അങ്ങനെ സംഭവം നല്ല ഫ്രൈ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. ശരിക്കൊരു പരീക്ഷണമാണ് കേട്ടോ, ജീവനുള്ള മീനിനെ കൊണ്ടുവന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്ത് എല്ലാം ഞാനിങ്ങനെ ആക്കിയെടുക്കുമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. എന്തായാലും ഇത് തോല് കളഞ്ഞ് ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ട്, എനിക്കങ്ങനെ ചെയ്യാൻ അറിയില്ലായിരുന്നു. അപ്പോൾ കൂടെ എന്താ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കിയപ്പോൾ നല്ല ചുടാ പുട്ട് ചുട്ടെടുത്താലോ എന്നോർത്തു. അപ്പോൾ സ്പോട്ടിൽ തന്നെ ഒരിച്ചിരി പുട്ടിന് പൊടിയൊക്കെ നനച്ച് റെഡിയാക്കി ഒത്തിരി തേങ്ങയൊക്കെ വാരിയിട്ട് ചെറിയ ചെറിയ പുട്ടുകൾ ഉണ്ടാക്കി. അതാവുമ്പോൾ നല്ല ഫ്രൈ ചെയ്ത മീനും പുട്ടും നല്ല കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ ഇന്നത്തെ മീനും പുട്ടിൻ്റെയും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കല്ലേ കേട്ടോ. ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കമൻസും എനിക്കൊന്ന് രേഖപ്പെടുത്തി തരണേ. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. ഒത്തിരി കാശുണ്ടാക്കണം, യൂട്യൂബിൽ ഞാൻ വലിയ യൂട്യൂബർ ആവണം എന്നൊന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ച് തുടങ്ങിയ ചാനലല്ല ഇത് കേട്ടോ. എൻ്റെ ഒരു ഇഷ്ടം അത്, എനിക്ക് സംസാരമായാലും എനിക്ക് സംസാരിക്കുന്നതൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. എനിക്കിപ്പോൾ അധികം ഫ്രണ്ട്സും പുറത്ത് പോയി ജോലി ചെയ്യുന്ന ആളല്ലാത്തത് കൊണ്ട് ഒത്തിരി ഫ്രണ്ട്സൊന്നും ഇല്ല. ഉള്ളവരെ എങ്ങനെ ചെറുതായി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു എന്ന് മാത്രം. ഈ ഫ്രീലാൻസേഴ്സിൻ്റെ ഒക്കെ ഒരു വലിയൊരു നഷ്ടവും അത് തന്നെയായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ കൂടെ കൂടുന്ന നിങ്ങളൊക്കെ എൻ്റെ വലിയ വിലപ്പെട്ട കൂട്ടുകാരാണ്. അപ്പോൾ കമൻസൊക്കെ ചെയ്യണം, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അങ്ങനെ പുട്ട് കുറ്റിയോടെ പാത്രത്തിലേക്ക് തട്ടിയിട്ടുണ്ട്. കുറച്ചധികം മീനും വാരിക്കോരി എടുത്തിട്ടുണ്ട്. എന്നാൽ പിന്നെ കണ്ണനെ പൊരിച്ചതും പുട്ടും കൂട്ടിന് പിടിപിടിക്കട്ടെ. നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരോടും എൻ്റെ ബൈ ബൈ.